പുതുതായി പുറത്തിറങ്ങിയിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി സഞ്ചാർ സാധി ആപ്പ് ഇൻബിൽറ്റായി തന്നെ ഉൾപ്പെടുത്തും എന്ന വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ്. ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് ആപ്ലിക്കേഷൻ വെല്ലുവിളിയാകും തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഇതിനു പിന്നാലെ ഉയർന്നു വന്നു. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഓരോ ദിവസവും പുതിയ ടെക് അപ്ഡേറ്റുകൾ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി വെല്ലുവിളികളും പക്ഷേ ഉയരുന്നുണ്ട്. ഹാക്കിംഗ്, സൈബർ തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ ഇവയെല്ലാം ഇന്ന് വലിയ തലവേദനയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് സഞ്ചാർ സാധി എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. രാഷ്ട്രീയത്തിലും ടെക് ലോകത്തും അത് വലിയ ചർച്ചാ വിഷയമായി. സഞ്ചാർ സാധി ആപ്പ് ഫോണുകളിൽ ഇൻബിൽറ്റായി ഉണ്ടാകണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഒടുവിൽ വിശദീകരണവുമായി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നു. ആദ്യം സഞ്ചാർ സാധി ആപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് സഹായകമാകുന്നത്. ഒന്നാമത് സൈബർ സുരക്ഷ തന്നെ. വ്യാജ KYC ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി സൈബർ അപകടങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ ആപ്പ് സംരക്ഷിക്കുന്നു. കൂടാതെ നഷ്ടപ്പെടുന്ന ഫോണുകൾ കണ്ടെത്താനും ആപ്പ് സഹായിക്കും. ഫോൺ മോഷണം പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് ബ്ലോക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഞ്ചാർ സാധി സഹായിക്കും. വ്യാജമായോ അനധികൃതമായോ എടുത്ത മൊബൈൽ കണക്ഷനുകൾ തിരിച്ചറിഞ്ഞ് വിച്ഛേദിക്കാനും ആപ്പ് സഹായിക്കും. ഇത്തരം ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആപ്പ് എങ്ങനെയാണ് വിവാദമായതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ടെലികോം മന്ത്രാലയം മൊബൈൽ കമ്പനികൾക്കായി ഒരു ഉത്തരവിറക്കി. ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ഫോണുകളിൽ സഞ്ചാർ സാധി ആപ്പ് ഇൻബിൽറ്റായി തന്നെ ഉണ്ടാകണം എന്നായിരുന്നു നിർദ്ദേശം. ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലാകണം ഇത്. കൂടാതെ ഇതിനകം വിറ്റഴിച്ച ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ആപ്പ് നിർബന്ധമാക്കണം എന്നുമായിരുന്നു നിർദ്ദേശം. ഇത് വലിയ ആശങ്കയ്ക്ക് വഴിതെളിച്ചു. പ്രതിപക്ഷം ആപ്പിന് ചാരപ്പണിക്ക് വേണ്ടിയുള്ള ഉപകരണം എന്ന് വിളിച്ചു. ആപ്പിൾ കമ്പനി ലോകത്ത് ഒരിടത്തും ഇത്തരം നിർബന്ധിതമായ ഇൻസ്റ്റാളേഷനുകൾ അംഗീകരിക്കാറില്ലെന്നും ഇത് സ്വകാര്യതാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. വിഷയം പാർലമെന്റിലും പുറത്തും വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി. ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞ് ആപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം ആധികാരികമായി വിശദീകരിച്ചു. ആപ്ലിക്കേഷൻ ഓപ്ഷനിലാണ്. ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഈ ആപ്പ് ഒരു തരത്തിലുള്ള ചാരപ്പണിക്കും കോൾ നിരീക്ഷണത്തിനും ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തോടെ വിവാദങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമമാവുകയായി. സഞ്ചാർ സാധി ആപ്പ് ഉപഭോക്താക്കളുടെ ഫോണുകളിൽ നിർബന്ധമല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് 2025 ജനുവരിയിലാണ് ഈ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചത്. തട്ടിപ്പുള്ള മൊബൈൽ കണക്ഷനുകൾ തിരിച്ചറിയാനും വിച്ഛേദിക്കാനും ഇത് ഉപഭോക്താക്കളെ സഹായിക്കുന്നുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം ഇതുവരെ 7 ലക്ഷത്തിലധികം നഷ്ടപ്പെട്ട ഫോണുകൾ ഈ ആപ്പ് വഴി വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്.